തൊഴിലാളി വർഗ്ഗങ്ങൾക്ക് ചങ്ങലകളല്ലാതെ മറ്റൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷേ അവർക്ക് വിജയിക്കാനൊരു ലോകമുണ്ട്. സർവ്വലോക തൊഴിലാളികളെ സംഘടിക്കുവിൻ. 16 മുതൽ 20 മണിക്കൂറോളം കഠിന ജോലി, 4 മണിക്കൂർ മാത്രം വിശ്രമം. ഒരു നൂറ്റാണ്ട് വരെ ഇതായിരുന്നു തൊഴിലാളി ജീവിതങ്ങളുടെ ദിനക്രമം. പകലന്തിയോളം പണിയെടുത്താലും അരവയർ നിറയാനുള്ളത് പോലും ഒരു തൊഴിലിടത്തു നിന്നും കിട്ടിയിരുന്നില്ല. തൊഴിലാളികളുടെ അവകാശത്തിനായുള്ള പോരാട്ടത്തിൽ ചരിത്രഭൂമികയിൽ മാറ്റത്തിന്റെ അലയൊലികൾ തീർത്ത ദിവസമാണ് മെയ് 1. 1886 ചിക്കാഗോയിലെ AM മാർക്കറ്റിൽ രക്തം ചിന്തിയ തൊഴിലാളികളുടെ ധീരസ്മരണയ്ക്ക് മുൻപിലാണ് ഓരോ തൊഴിലാളി ദിനവും ആചരിക്കപ്പെടുന്നത്. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്ന മുദ്രാവാക്യം ലോകം മുഴുവൻ മുഴങ്ങി. തൊഴിലാളി സമരം നടന്ന് 3 വർഷത്തിന് ശേഷം 1889 അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് കോൺഫറൻസ് നടന്നു. ആ യോഗത്തിൽ ഒരു ജീവനക്കാരൻ 8 മണിക്കൂർ മാത്രമേ ജോലി ചെയ്യേണ്ടതുള്ളൂ എന്ന തീരുമാനമുണ്ടായി. മെയ് 1 തൊഴിലാളി ദിനം ആഘോഷിക്കാൻ യോഗം നടപടികൾ കൈക്കൊണ്ടു. ഇതേ ദിവസം എല്ലാ വർഷവും അവധി നൽകാനും കോൺഫറൻസ് തീരുമാനിച്ചു. ആ തീരുമാനം നിരവധി രാജ്യങ്ങൾ നടപ്പാക്കി. ജോലിയെടുക്കുന്നതിന്റെ മൗലികാവകാശമായ വേതനം പോലും ലഭിക്കാത്ത തൊഴിൽ ചൂഷണങ്ങൾ നിലനിൽക്കുന്ന എക്കാലത്തും മെയ് ദിനത്തിന്റെ പ്രസക്തി ഓർമ്മിപ്പിക്കുക തന്നെ വേണം. ഇന്റർനാഷണൽ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.